ദില്ലി ഭരണം ബി.ജെ.പിക്ക് നൽകിയത് കോൺഗ്രസ് ആണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ. മതേതര വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ കോൺഗ്രസ് കാരണമായെന്നും കെജ്രിവാൾ ഏറ്റവും വലിയ അഴിമതിക്കാരനാണെന്ന് പറഞ്ഞു നടക്കുകയായിരുന്നു രാഹുൽ ഗാന്ധിയെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. CPIM തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അഴിമതിക്കാരൻ കെജ്രിവാളാണ് എന്ന് പ്രസംഗിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു കോൺഗ്രസിന്റെ ഏറ്റവും പ്രമുഖനായ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ. ഇതെവിടെയാണ് എത്തിച്ചത്? ഇതെത്തിച്ചിട്ടുള്ളത് കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് ഈ പറയുന്ന രീതിയിലുള്ള ഒരു നിലപാട് സ്വീകരിക്കാത്ത പശ്ചാത്തലത്തിൽ അതിൻ്റെ പൂർണ്ണമായ കൃത്യമായ രീതിയിലുള്ള ഗുണഭോക്താവായി BJP മാറി. BJP കോൺഗ്രസിൻ്റെ ചെലവിൽ ആ സംസ്ഥാനത്ത് ഇപ്പോഴും അധികാരത്തിൽ വന്നിരിക്കുന്നു. പ്രിയങ്ക ഗാന്ധി എന്ന് പറഞ്ഞത് ഒരുപാട് പഠിക്കാനുണ്ട്. എപ്പോൾ പഠിക്കാനാ? ഹരിയാന വന്നപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്, പഠിക്കാനുണ്ട്. എന്ത് പഠിക്കൽ? നിങ്ങൾ ലളിതമായി പഠിക്കുക. ശരത് ഓങ്ങല്ലൂർ സമ്മേളന നഗരിയിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുകയാണ്. ശരത്ത്, സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു വാചകമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്, ഇന്നലെ ദില്ലി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. ഒപ്പം തന്നെ സമകാലീന രാഷ്ട്രീയ സാഹചര്യങ്ങളെയൊക്കെ വളരെ സമഗ്രമായി വിലയിരുത്തുകയുണ്ടായിരുന്നു. ഒപ്പം സമ്മേളന നടപടിക്രമങ്ങൾ ഇപ്പോൾ ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്? സമഗ്രമായ വിവരങ്ങൾ. മനു, BJP വിരുദ്ധ ചേരിയെ തകർക്കുന്ന നിലപാടാണ് കോൺഗ്രസ് എക്കാലത്തും സ്വീകരിക്കുന്നത്. ഡൽഹിയിലും അത് തന്നെയാണ് കണ്ടത്. ഡൽഹിയിൽ 2 തവണയായിട്ട് കോൺഗ്രസിന് MLA-മാരില്ല, എന്നിട്ടും അവർ 70 സീറ്റിലും മത്സരിച്ച് BJPയെ വിജയിപ്പിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി എന്ന് തന്നെയാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത്. അദ്ദേഹം തൃശ്ശൂരിലെ സ്ഥിതിയും പറഞ്ഞു. തൃശ്ശൂരിലും കോൺഗ്രസ് വോട്ടുകൾ കൊണ്ടാണ് BJPക്ക് MP-യെ ലഭിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ന് രാവിലെ സംസ്ഥാന കമ്മിറ്റി അംഗം, മുതിർന്ന അംഗമായിട്ടുള്ള NR ബാലൻ പതാക ഉയർത്തിയോട് കൂടിയിട്ടാണ് CPIM-ന്റെ തൃശ്ശൂർ ജില്ലാ സമ്മേളനത്തിന്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചത്. അതിനുശേഷം ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞു. ഇപ്പോൾ നിലവിലെ പ്രവർത്തന റിപ്പോർട്ട് ജില്ലാ സെക്രട്ടറി അവതരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. മനു, ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, CPIM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് ലോകത്ത്, രാജ്യത്ത്, കേരളത്തിൽ എപ്രകാരമാണ് സോഷ്യലിസം അല്ലെങ്കിൽ ഇടതുപക്ഷം ഒരു ഭാവിയായിട്ട് അല്ലെങ്കിൽ ഭാവിയുടെ പ്രതീക്ഷയായി മാറുന്നതെന്ന് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു. ഇത് വളരെ ശ്രദ്ധേയമായ മറ്റു പല പരാമർശങ്ങളും ഉണ്ടായിരുന്നു. കാരണം ഡൽഹി ഇലക്ഷനോടനുബന്ധിച്ച് തന്നെ ഇത്തരത്തിൽ വലിയ പരാമർശങ്ങൾ അദ്ദേഹം നടത്തി. അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് രാജ്യത്ത് സംഘപരിവാർ എപ്രകാരമാണ് പിടിമുറുക്കാൻ ശ്രമിക്കുന്നത്, ഈ സമയത്തെല്ലാം ഏത് രീതിയിലുള്ള നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു. കേരള രാഷ്ട്രീയത്തിലേക്ക് എത്തുകയാണെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ ന്യൂനപക്ഷ വർഗീയതയുടെ കൗണ്ടർ പാർട്ടാണ് ഭൂരിപക്ഷ വർഗീയതയുടെ കൗണ്ടർ പാർട്ടാണ് ന്യൂനപക്ഷ വർഗീയത സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. UDF ന്യൂനപക്ഷ വർഗീയ ശക്തികളായ ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPIയുടെയും പിടിയിലാണെന്ന് പറഞ്ഞു. അവരുടെ സഹായത്തോട് കൂടിയിട്ടാണ് പാലക്കാട് ഇലക്ഷനിൽ വലിയ വിജയം നേടാൻ അവർക്ക് കഴിഞ്ഞതെന്ന് പറഞ്ഞു. ഇതിനും സമ്മേളന നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചതിന് ശേഷം ഗ്രൂപ്പ് ചർച്ച നടക്കും. അതിനുശേഷം ഇന്ന് വൈകിട്ടത്തോടു കൂടി പൊതുചർച്ച ആരംഭിക്കും. മനു, ശരി. ശരത് ഓങ്ങല്ലൂർ സമ്മേളന നഗരിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.